നമസ്കാരം. സ്വകാര്യത മാനിക്കാതെ കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു. ഹേമ കമ്മിറ്റിക്കെതിരെ നിയമത്തിന് അതീതമായിട്ടുള്ള തരത്തിൽ റിപ്പോർട്ടർ TV വാർത്ത നൽകിയെന്ന ആരോപണം ശക്തമാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട WCC റിപ്പോർട്ടർ TVക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു എന്നതാണ് വിവരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ പുറത്തുവിട്ടത് കോടതി വിധി ലംഘിച്ചുകൊണ്ടാണ് എന്നതാണ് WCCയുടെ പരാതി. സ്വകാര്യത മാനിക്കണം എന്ന കോടതി ഉത്തരവ് പോലും റിപ്പോർട്ടർ TV ലംഘിച്ചു. റിപ്പോർട്ടർ TV നടത്തിയത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നാണ് WCC പറയുന്നത്. സ്വകാര്യതയെ അവഹേളിക്കുന്ന വാർത്താ ആക്രമണം തടയണമെന്നും WCC മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ കൂടി മുഖ്യമന്ത്രിക്ക് എഴുതിയ തുറന്ന കത്തിൽ ഇപ്പോൾ നടത്തുന്നത് നിരുത്തരവാദിത്തപരമായ മാധ്യമ വിചാരണയാണ് എന്നും WCC വ്യക്തമാക്കി. റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെയെങ്കിലും നീക്കങ്ങൾ സംശയാസ്പദം തന്നെയാണ്. പുറത്തുവിടുന്ന വിവരങ്ങൾ മൊഴി കൊടുത്തവർ ആരാണെന്ന് പുറം ലോകത്തിന് തിരിച്ചറിയുന്ന രീതിയിലാണെന്നാണ് WCC പറയുന്നത്. പേടിപ്പിക്കപ്പെട്ടവർക്കൊപ്പം എന്ന പ്രതീതി ജനിപ്പിക്കുന്ന ഈ പ്രവൃത്തി അതിന് വിധേയരായിട്ടുള്ള സ്ത്രീ ജീവിതങ്ങളെ ദുരിതപൂർണവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും നയിക്കുന്നു എന്ന് WCC ചൂണ്ടിക്കാട്ടി. സ്വകാര്യതയ്ക്കെതിരായിട്ടുള്ള ഈ കടന്നാക്രമണം അന്യായമാണെന്നും അടിയന്തരമായി ഇടപെട്ട് സ്വകാര്യതയെ അവഹേളിക്കുന്ന വാർത്താ ആക്രമണം തടയണമെന്നും പരാതിയിൽ WCC ആവശ്യപ്പെട്ടു. ഇനി ഇതിനെതിരെ എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ നടപടി എന്നത് കാതോർക്കുകയാണ് ജനങ്ങൾ. എന്തായാലും മൊഴി കൊടുത്തവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തം. ചാനലിന്റെ റേറ്റിംഗ് കൂടാൻ വേണ്ടി കൂടുതൽ ബ്രേക്കിങ്ങുകൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ പുറത്തുവിടുമ്പോഴും അത് നിയമത്തെയും അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തികളുടെ സ്വകാര്യതയെയും നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ WCCയുടെ ആരോപണം കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്.